നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 133ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ നെടുമുടി വേണുവിനെ കുറിച്ചിട്ടാണ്. പ്രഗത്ഭനായ ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാൾ. അദ്ദേഹത്തെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന് ആയിട്ടില്ലാത്ത ആ അവസരത്തിലാണ് ഞാൻ കാണുകയും പല ദിവസങ്ങളിലായി അദ്ദേഹവും ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്രവുമൊക്കെയായി സംസാരിക്കുന്നത്. ഇത്തരുണത്തിൽ നെടുമുടി വേണുവിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്. ആ വസന്തകാലം ഒന്ന് ഓർത്തെടുക്കുക. നമ്മൾ വളർന്നു കഴിയുമ്പോഴും വളരുമ്പോഴും ഇഴയുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ഓരോരുത്തരും ഉണ്ടാകും. പ്രത്യേകിച്ച് സൃഷ്ടികർത്താവിൻ്റെ ഭ്രമണപഥത്തിൽ തുടങ്ങുന്നൊരു ജീവിതത്തിന് അവരുടെ അച്ഛനും അമ്മയുമാവും അതിനെല്ലാം സാക്ഷി. എന്ന പോലെ അഭിനയത്തിൻ്റെ ഗിരിശൃംഗങ്ങൾ താണ്ടിയ ശ്രീ നെടുമുടി വേണുവിനെ ഞാൻ കാണുന്നതും മറ്റും നടൻ ആയി തുടങ്ങുന്നതിന് മുന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് 1948 മെയ് 22 ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ ജനനം. തോപ്പിൽ ഭാസിയുടെ ഒരു സുന്ദരിയുടെ കഥ എന്നതിൽ മുഖം കാണിച്ചു. 1989 പൂരം എന്ന ചിത്രം സംവിധാനം ചെയ്തു. അതിലെ നായകനായിട്ട് അഭിനയിച്ചത് എൻ്റെ സഹോദരി മകളുടെ ഭർത്താവിൻ്റെ അനുജനായിരുന്നു. 1990 സഹനടനുള്ള ദേശീയ അവാർഡും 2003 ദേശീയ അവാർഡിൻ്റെ ജൂറി പരാമർശം, 1987 2003 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ്, മലയാളത്തിലും തമിഴിലുമായി 500ഓളം ചിത്രങ്ങൾ, അരവിന്ദിൻ്റെ തമ്പിലൂടെ അരങ്ങേറ്റം. ഇന്ന് 35 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്ത് വന്ന് സിനിമാഭിനയമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ശ്രീ കവാല നാരായണ പണിക്കരുടെ നാടക ട്രൂപ്പിൽ അംഗമാകുകയും അങ്ങനെ ശാസ്ത്രമംഗലത്ത് താമസിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതേ സമയത്ത് തന്നെ അതേ കാലത്ത് തന്നെ പത്മശ്രീ നേടിയ ശ്രീ കവിയും ഗാനരചയിതാവും ഒക്കെ കൈതപ്രത്തിനെ കാണുന്നതും, അദ്ദേഹം അന്ന് തിരുവനന്തപുരം വെള്ളിശാലയിലുള്ള ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി തുടരുന്ന അവസരത്തിലാണ് ഞാൻ അദ്ദേഹത്തെയും കണ്ടുമുട്ടുന്നത്. ഇടയ്ക്ക് ഞാൻ ഓർത്തെടുത്തത്, ഞാനെന്നും അദ്ദേഹത്തെ തിരുമേനി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. നെടുമുടി വേണു വലിയ നടനൊക്കെ ആവുന്നതിന് മുന്നേ തിരുവനന്തപുരത്ത് താമസിക്കാൻ വരുന്ന അവസരത്തിൽ ശാസ്താമംഗലത്ത് നിന്നും ഇടപ്പഴിഞ്ഞിയിലേക്ക് വരുമ്പോൾ അവിടെ കുറേ ഏറെ ദൂരത്തിൽ ഒരു വയലും ആ വയലിന് നടുവിൽ ഒരു മുരുകക്ഷേത്രവും ഉണ്ടായിരുന്നു. ഇന്ന് നാടും നഗരവുമെല്ലാം പുരോഗമിച്ചു.
ആ മുരുകക്ഷേത്രം ഇന്നൊരു വലിയൊരു ക്ഷേത്രമായി മാറിക്കഴിഞ്ഞു. ആ കാലത്ത് അധികം ആളുകളൊന്നും അവിടെ ദർശനത്തിന് വരില്ലായിരുന്നു. ചുറ്റും നെൽവയൽ, അത് നടുവിലുള്ളൊരു കൊച്ചു ക്ഷേത്രം. ഇന്ന് ഇത് പറയാൻ കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചില അനുഭവങ്ങളാണ്. അന്ന് ദാരിദ്ര്യമാണ് മുഖമുദ്ര. വലിയ സാമ്പത്തിക ഭദ്രതയൊന്നും നെടുമുടി വേണുവിനുമില്ല, എനിക്കുമില്ല. അങ്ങനത്തെ കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ തമ്പാനൂരിൽ നിന്നും രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് സൈക്കിളിൽ വഴുതക്കാട് വരി ഇടപ്പഴിഞ്ഞിലെ ഈ അമ്പലത്തിലെത്തും. തേനിയും ഇറക്കവും എല്ലാം ചവിട്ടി കുഴഞ്ഞ് തളർന്ന അവസ്ഥയിലാണ് ഞാൻ അവിടെ എത്താറ്. ആ മുരുകൻ കോവിലൊരു പ്രത്യേകത, അവിടുത്തെ തിരുമേനി വളരെ സ്നേഹധനായിരുന്നു. അപ്പോൾ എന്നും രാവിലെ ഒരു 10 മണിയോടടുപ്പിച്ച് വേണുവും കൈതപ്രവും ഞാനും അവിടെ എത്തും. ഞാൻ വീട്ടിൽ ഉണ്ടാക്കിത്തരുന്ന ഗോതമ്പ് ദോശയോ അരിദോശയോ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. കഴിച്ച് ജോലിയൊന്നും ഇല്ലാത്ത കാലത്ത് കവിതയും എഴുതി ലൈബ്രറികളിലെല്ലാം കയറി ഇറങ്ങി നടക്കുന്നൊരു കാലമാണത്. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അങ്ങനെ വഴുതക്കാട് വഴി ചവിട്ടി ഈ മുരുകക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇവർ രണ്ടുപേരും ഉണ്ടാകും. ഇതവരെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇത് നിങ്ങളോട് പറയുന്നത്, ആ ബന്ധത്തെക്കുറിച്ചിട്ടാണ്. അവിടെ ശ്രീ കൈതപ്പുറം പാടും, നെടുമുടി വേണു അമ്പലത്തിൻ്റെ തൂണിൽ താളം ചവിട്ടും, താളം പിടിക്കും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയും, ഇത് കാമ്പോജിയല്ല, ഇത് തോടിയല്ല, ഇത് പന്തൂരാളിയല്ല, കടകാംജിയല്ല. ഇങ്ങനെ ഓരോ രാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, പോടാ നിനക്കെന്ത് രാഗത്തെക്കുറിച്ച് അറിയാം, എന്താ കൈതപ്ര? ഉടനെ ഞാൻ തിരിച്ച് കുറച്ച് ആവശ്യത്തിൽ സഗമ പദനിസ എനിക്ക് തോന്നുന്ന രീതിയിലെല്ലാം ഞാൻ സരേഗമ പദനിസ, ഇത് മാത്രം അറിയാം നിനക്ക് വേറെന്തറിയാം? ഭയങ്കര അപാര ജ്ഞാനം എന്നൊക്കെ പറയാനില്ല. ഏത് പാട്ട് ഏത് കീർത്തനം ആരെഴുതിയത് എന്ന് പോലും നിങ്ങൾക്ക് വ്യക്തമല്ല. ഇങ്ങനെയുള്ള ചെറിയ കുസൃതി ചോദ്യങ്ങളും തമാശകളും എല്ലാം പറഞ്ഞ് ഞങ്ങൾ കേട്ടിരിക്കുമ്പോൾ നല്ല താളബോധമാണ് ശ്രീ വേണുവിന്. ആ അമ്പലത്തിൻ്റെ ഒരു തൂണിൽ താളം പിടിക്കുമ്പോൾ കൈതപ്രം നന്നായി പാടും. അപ്പോൾ ഇതിനിടയിലിരുന്ന് കുസൃതി കെത്തരങ്ങൾ കാണിക്കുന്നത് ഞാനാണ്. എങ്കിലും സ്വാതിരുന്നാളിൻ്റെ കൃതികളും കേട്ടിട്ടുള്ള ചില ഗാനങ്ങളും കീർത്തനങ്ങളും ഒക്കെ മൂളുകയും ഒക്കെ ഞാനും ചെയ്യും. ഒന്നും അറിയില്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല, അല്ലേ നിനക്ക് എന്ന് ശ്രീ കൈതപ്പുറം പറയുമ്പോൾ വേണു എന്ന് പറയും, ശരിയാ. ഞാൻ പറഞ്ഞ ക്ഷീണിക്കും, ഒരുപാട് നേരം കൊട്ടണ്ട, ക്ഷീണിക്കും, അതുകൊണ്ട് സ്വപ്പം നേരം റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നതും എൻ്റെ ഉദ്ദേശം, അന്ന് ശ്രീ വേണുവിന് ഇരുവർക്കും സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ ആ സുബ്രഹ്മണ്യം കോവിലിലെ തിരുമേനിക്കറിയാം 10:30 മണിക്കുള്ള നേദ്യം കഴിഞ്ഞാൽ വിശപ്പടക്കാൻ കുറച്ച് ചോറ് ലഭിക്കും. അപ്പോൾ വെള്ളരിച്ചോറാണ്. അപ്പം തിരുമേനി ആദ്യത്തെ പ്രഭാത പൂജയെല്ലാം കഴിഞ്ഞ് ഇറങ്ങാറാകുമ്പോൾ ചോദിക്കും, ഇശി ചോറാവാം അല്ലേ, ഈ നേദ്യമാവാം അല്ലേ? ഹേയ് വേണ്ട, ഞങ്ങൾ വയറ് നിറച്ചപ്പോൾ കഴിച്ചിട്ടാണ് തിരുമേനി വന്നിരിക്കുന്നത് എന്ന് ശ്രീ വേണുവും പറയും, ശ്രീ കൈതപ്രവും പറയും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊന്നെങ്കിലും ക്ഷീണിച്ച് തളർന്നിരിക്കണേ, എന്തെങ്കിലും കിട്ടിയാൽ ഞാനും കഴിക്കും. പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ, അമ്പലത്തിലെ നേദ്യമല്ല. അപ്പം തിരുമേനി അരിയിടുമ്പോൾ കുറച്ച് കൂടുതലിടും. എന്നിട്ട് മുളേഷ്യം, പുളിയും മുളകും ഉപ്പും മാത്രം ചേർത്ത് പിഴിഞ്ഞ് ചാറ് പോലെ ഉണ്ടാക്കി ഇവിടെ വയ്ക്കും. നേദ്യമെല്ലാം കഴിഞ്ഞ് പതുക്കെ എണീറ്റ് പോകാനായിട്ട് ഭാവിക്കുമ്പോൾ
അഭിമാനമാണല്ലോ വലുത്. അപ്പം തിരുമേനി ഏയ് ഇപ്പം ഇത് കഴിഞ്ഞല്ലേ ഉള്ളൂ, നട അടയ്ക്കാറായി, നട അടച്ച് കഴിയട്ടെ. നട അടച്ച് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും ഞാനും തിരുമേനിയുമാണ് ആകെയുള്ള. പിന്നെ അവിടെ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകുന്ന ഒരു സ്ത്രീയും. വേറെ ആരും അങ്ങോട്ട് വരാറില്ല, കാരണം കുറേ ദൂരം നടക്കണമെന്ന്. ഇന്ന് റോഡ് സൈഡിലായി, അതിൻ്റെ അടുത്ത് കല്യാണ മണ്ഡപവും കാര്യങ്ങളൊക്കെ എത്തി. അങ്ങനെ പാട്ടെല്ലാം പാടി കുറച്ചടങ്കിലും ആ ഒരു പ്രസാദം കഴിക്കുമ്പോൾ ശരീരത്തിനും മനസ്സിനുമൊക്കെ പ്രത്യേക ഊർജമാണ്. അതിനു മുന്നേ ഭഗവാനെ നന്നായിട്ട് ധ്യാനിച്ച് തൊഴുത് പടിയിൽ 3 പേരും നിശബ്ദമായി അങ്ങനെ ഇരിക്കുമ്പോൾ ആ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് ഞാൻ പറയും, ഒരുപാട് പ്രാർത്ഥിക്കേണ്ട, ദൈവം ഒരുപാടൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ നിൽക്കില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ദൈവത്തോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം നീയല്ലേ ആള്, നീ ഒന്നും പറഞ്ഞില്ലേ, ഞാൻ എന്ത് പറയാൻ, എന്നെ കാണുമ്പോൾ തന്നെ ഭഗവാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആർക്കറിയില്ലല്ലോ. ഇങ്ങനെയാണ് കോൺവെർസേഷൻസ്. ഇങ്ങനെ മാസങ്ങളോളം. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കുന്നത്. അങ്ങനെ കാലം അതെല്ലാം കഴിഞ്ഞ് വേണുവേട്ടന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ, ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തു. ഇതൊരു 1.5-2 മാസത്തോളം തുടർന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതെല്ലാം കഴിഞ്ഞ് കാലം ഒത്തിരി കഴിഞ്ഞു, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. 1987 വളരെ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുകയും സാമ്പത്തികമായും എല്ലാം നല്ല നിലയിൽ എത്തുകയും ചെയ്ത ഇരുവരും, ശ്രീ കൈതപ്രവും ശ്രീ നെടുവേണുവും ഒക്കെ അത്യുന്നതങ്ങൾ വിവരിക്കുന്നവരായി തീർന്നപ്പോഴും ഞാനെന്ന എഴുത്തുകാരൻ വഴിയരികിൽ നിൽക്കുകയാണ്. ഒരു കടമ്പ കടക്കാൻ കഴിയാതെ ഒടുവിൽ MTയുടെ നിർദ്ദേശപ്രകാരം 1987 ഋതുഭേദത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് വീണ്ടും ഞാൻ വേണുവുമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. 12 ദിവസത്തോളം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, ഞാനവിടെ 15 ദിവസവും. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് മയങ്ങി എണീറ്റ ശേഷം ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ഡ്രസ്സ് ചെയ്ത് തിരിച്ചു വന്ന് അവിടുത്തെ ഒരു കുളക്കടവുണ്ട്, അവിടെയാണ് ഉച്ചയ്ക്കത്തെ ഷെഡ്യൂൾ. ഋതുസംക്രമ പക്ഷിപാടി എന്നുള്ള ആ പാട്ടിൻ്റെ ചിത്രീകരണം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടാണത്. അതിന് മുന്നേ മുറ്റത്ത് വെച്ച് നെടുമുടി വേണുവും തിലകൻ ചേട്ടനുമായിട്ടുള്ള കുറേ കോൺവെർസേഷൻസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം തയ്യാറായി ഡയലോഗ്സ് എല്ലാം നോക്കി പഠിച്ച് ഈ കുളത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, വേണുവേട്ടാ എന്നെ ഓർമ്മയുണ്ടോ? എൻ്റെ മുഖത്ത് സസൂക്ഷ്മം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഒരു ഓർമ്മയുമില്ല, വർഷങ്ങൾ എത്രയായില്ലേ, ആയിരക്കണക്കിന് ആൾക്കാരെയാണ് കാണുന്നത്, അപ്പോൾ എത്ര പേരെ ഞാൻ ഓർത്തിരിക്കും. ഒരു മിനിറ്റ് ഞാനൊന്നും മിണ്ടിയില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, 100 കണക്കിന് ആൾക്കാരെ കാണുമ്പോൾ ഈ 100 ആൾക്കാരെയും ഓർത്തിരിക്കാൻ കഴിയില്ല, അതെനിക്കും കഴിയാറില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ഇടപ്പഴിഞ്ഞിയിലെ ഒരു മുരുകക്ഷേത്രം ഓർമ്മയുണ്ടോ? തടിയിൽ നിന്ന് തടവിയിട്ട് എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു, ആ ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ചേട്ടൻ കണ്ടിട്ടില്ല? ഇല്ലെന്നാണ്, കാലവും പ്രായമൊക്കെ ആയില്ലേ, അത് നല്ലതാണ്. ഓർമ്മക്കുറവുണ്ടെങ്കിൽ അതിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, നമ്മുടെ പ്രായത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഓർമ്മക്കുറവൊക്കെ വരാം. പക്ഷേ നിവേദ്യച്ചോറിൽ പുളിരസം ഒഴിച്ച് കഴിച്ച കുറച്ച് നാളുകളുണ്ട്, വേണുവേട്ടന് അത് ഓർമ്മയുണ്ടോ ചോദിച്ചു. ഇതൊക്കെ ആരാ ഓർമ്മിക്കുക? പണ്ട് പാളയിൽ കിടന്നതും പാളയിൽ എണ്ണ തേച്ച് കിടത്തിയതും പശുവിൻ പാൽ കുടിച്ചതും നെൽവയലിലൂടെ നടന്നതുമൊക്കെ ആർക്കാ ഓർക്കാൻ സമയം? ആരാ ഇതൊക്കെ ഓർത്തിരിക്കുക? നമ്മുടെ ഭാഗ്യം, നല്ല കാലം, നല്ല കാര്യം എല്ലാം മറന്നു പോകുന്നു. അത് നല്ലതാണ്, മറവി നല്ലതാണ്. മറവിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ലല്ലോ.
കുറച്ച് ഗൗരവത്തിൽ എന്നോട് ചോദിച്ചു, ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുറ്റത്ത് വേറെ ആരുമില്ല, ശ്രീ അശോക് കുമാർ ക്യാമറ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. സാമജവരഗമന സാധു ത്രിപാദ സാക്ഷപാലക രാജീവ വിഖ്യാത സാമജ വരഗമന. വേണോട്ട് ഈ സ്വരം കേട്ടിട്ട് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ ചോദിച്ചു. ഇടാ, എൻ്റെ തല തരിക്കുന്നു, എനിക്കിതൊന്നും ഓർമ്മയില്ല എന്ന് എന്നോട് പറഞ്ഞില്ലേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓർമ്മയില്ലാത്തവരെ എന്ത് പറയാൻ പറ്റും? ഉറങ്ങിക്കിടക്കുന്നവരെ തട്ടി വിളിച്ചാൽ ഉണർത്താം, ഉറക്കം നടിച്ചു കിടക്കുന്നവരെ വിളിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉറങ്ങിയ പോലെ നടിക്കും. അപ്പോഴേക്കും പ്രൊഡക്ഷൻ മാനേജർ വന്നു, വേണോട്ട സെറ്റ് റെഡിയായി, പ്രതാപപോത്തൻ വിളിക്കുന്നു അടുത്ത ടേക്ക് എടുക്കാൻ. നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വളരെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് തടവി കിടന്നുപോയി. അപ്പം അടുത്ത ഷോട്ടും ടേക്കും എല്ലാം കഴിഞ്ഞു. വൈകിട്ടായപ്പോൾ ഞാൻ റൂമിലേക്ക് പോകാൻ സമയത്ത് മറ്റുള്ള ആർട്ടിസ്റ്റുകളെല്ലാം പോയി. ഞാനുമുണ്ട്, നടൻ വിനീതുമുണ്ട്, ക്യാമറാമാനും യൂണിറ്റ് അംഗങ്ങളുമുണ്ട്. നെടുമുടി വേണു കാറിലേക്ക് കയറാൻ ഭാവിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പുറത്തുള്ള പറമ്പിൽ കെട്ടിയിരിക്കുന്നൊരു ഊഞ്ഞാലിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഞാനവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ അടുത്ത് മടങ്ങി വന്നു. എന്നോട് ചോദിച്ചു, ഞാൻ എത്ര ആലോചിച്ചിട്ടും നിങ്ങളെ എനിക്ക് പിടുത്തം കിട്ടുന്നില്ലല്ലോ. നിങ്ങളാ ഗാനത്തിൻ്റെ രീതികളെന്ന് പറഞ്ഞപ്പോൾ എന്തോ എവിടെയോ ഒരു ഓർമ്മപ്പശക് പോലെ. ശരിക്കും പറയൂ, നിങ്ങൾ എന്നെ എവിടെ വെച്ചാണ് കണ്ടതും സംസാരിച്ചതും ഒക്കെ? അപ്പം ഞാൻ പറഞ്ഞു, വ്യക്തമായി പറയുകയാണെങ്കിൽ ചേട്ടൻ സിനിമയിലെ ഒന്നുമല്ല എന്നുള്ളൊരു കാലത്ത് 1.5-2 മാസത്തോളം ഇടപ്പഴിഞ്ഞിയിലെ ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ നിത്യ സന്ദർശകനായിരുന്നു. അന്ന് ഞാനും ശ്രീ കൈതപ്രവും അവിടെ വരികയും അവിടുത്തെ തിരുമേനി തന്ന നിവേദ്യച്ചോറ് 1.5 മാസത്തോളം നിങ്ങളും ഞാനും അദ്ദേഹവും കഴിച്ചിട്ടുണ്ട്. അതിനൊക്കെ പിന്നീടാണ് വേണുവേട്ടൻ നടന തിലകവും ഒക്കെ ആയിത്തീർന്നത്. അപ്പോൾ ഞാൻ കരുതി നമ്മുടെ ഓർമ്മകൾ നമ്മളിൽ നിന്നും ഒരിക്കലും വിട്ടുപിരിയുകയില്ല. പ്രത്യേകിച്ച് നമ്മൾ അനുഭവിച്ച വിഷമങ്ങൾ. അപ്പോൾ ആ കാലത്ത് അതിരാവിലെ വന്നു കഴിഞ്ഞാൽ 11:30 മണിയായാലും നമ്മൾ 3 പേരും പോകാറില്ല. അന്നത്തെ തിരുമേനി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷേ ചേട്ടൻ്റെ വാക്കുകളിൽ ചെവിയോട് അടുത്ത് നിന്നുണ്ട് കുറച്ച് അഹങ്കാരത്തിൻ്റെ ലക്ഷണമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പുറകിലോട്ട് മാറി. നിൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നീ എന്നുള്ള പ്രയോഗം വേണ്ട വേണുവേട്ടാ, കുറച്ചുകൂടെ നല്ല രീതിയിലാണ്. എൻ്റെ പേര് ശരവൺ മഹേശ്വർ എന്നാണ്. എന്നെപ്പറ്റി ഒന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ ശ്രീ MT ഇവിടെയുണ്ട്. MTയോട് ചോദിച്ചു കഴിഞ്ഞാൽ MT പറഞ്ഞു തരും. ഒരു കൊച്ചെഴുത്തുകാരനാണ് ഇപ്പോൾ. അന്ന് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മറവിയില്ല. അന്നത്തെക്കാട്ടിലും ഊഷ്മളമായ ഓർമ്മകളാണ് എനിക്കുള്ളത്. അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ശ്രീ കൈതപ്രത്തോട് ചോദിക്കുക. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെക്കുറിച്ചിട്ട് ഞാൻ പിന്നീട് ഒരു എപ്പിസോഡിൽ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ വേണുവേട്ടന് ഇപ്പോഴും ഓർമ്മയ്ക്ക് കുറവുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അടുത്തേക്ക് നടന്നിട്ട് വീണ്ടും തിരിച്ചെൻ്റെ അടുക്കൽ വന്നപ്പോഴും ഞാൻ ആ ഊഞ്ഞാൽ തന്നെ ഇരിക്കുകയാണ്. 6:30 മണിക്ക് അടുത്ത വണ്ടി ജീപ്പ് വന്നെങ്കിൽ എനിക്ക് റൂമിലേക്ക് പോകാൻ കഴിയുള്ളൂ.
അടുത്ത് വന്ന് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, കാലത്തിൻ്റെ ഒഴുക്കിൽ ഒരുപാട് ആളുകളെ മറന്നു പോകുന്നു. പിന്നെ ജീവിതത്തിൽ ഭയങ്കര തിരക്കുകൾ. അതുകൊണ്ടായിരിക്കാം നിങ്ങളെ പെട്ടെന്ന് എനിക്ക് ഓർമ്മിക്കാൻ കഴിയാത്തത്. നിങ്ങളെപ്പറ്റി ഞാനിവിടെ തിരക്കി. പക്ഷേ ഈ വിധ കഥകളും കഥാപാത്രങ്ങളും ഒന്നും ഞാൻ ആരോടും ഡിസ്കസ് ചെയ്യാറില്ല. പിന്നെ വേണുവേട്ടനോട് വന്ന് എത്രയോ കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടാകും എന്ന് കരുതി, അതുകൊണ്ടാണ് സംസാരിച്ചത്. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല വേണുവേട്ട. എന്നെ നോക്കിയിട്ട് കാറിൽ കയറി, വെള്ള അംബാസഡർ കാറിൽ കയറി അദ്ദേഹം ഒറ്റയ്ക്ക് പോയി. അതെല്ലാം കഴിഞ്ഞ്, ദിവസങ്ങളെല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങെല്ലാം അവസാനിച്ചു. ഞങ്ങൾ പോകാൻ ഭവിച്ചപ്പോൾ സച്ചിദാനന്ദനാണ് പ്രൊഡക്ഷൻ മാനേജർ. അദ്ദേഹം ഇന്ന് ഭൂവിലില്ല. അദ്ദേഹം ഒരു വൗച്ചറിൽ എമൗണ്ടും ആളിൻ്റെ പേരും ഒന്നും എഴുതിയിട്ടില്ല. എന്നെക്കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ട് ഒരു 101 രൂപ കയ്യിൽ വെച്ച് തന്നു. ഇതാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം. 2 സീനിൽ അഭിനയിച്ചതിന് 15 ദിവസം താമസിച്ചതിനുള്ള പ്രതിഫലം കിട്ടിയത് ആ 101 രൂപയാണ്. അപ്പോൾ ഈ 101 രൂപ വെച്ച് അന്ന് ട്രിവാൻഡ്രത്തേക്ക് വരാൻ കഴിയില്ല. അപ്പോൾ വേണുവേട്ടൻ ഒറ്റയ്ക്കാണ് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. പഴയ സൗഹൃദവും പഴയ ഓർമ്മയും വെച്ച് ഞാൻ കാറിനടുത്തേക്ക് ചെന്നു. വേണുവേട്ട, ട്രിവാൻഡ്രത്തേക്കല്ലേ? ഞാനും ട്രിവാൻഡ്രത്തോട്ട് വരണമെന്നുണ്ട്, ഞാൻ കൂടെ വരട്ടെ. പെട്ടെന്ന് മുഖമടച്ച പോലെ പറഞ്ഞു, ഏയ്, എനിക്ക് കൊല്ലത്ത് ചെന്നിട്ട് ഒരാളിനെ കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ എന്നെ ഒന്ന് നോക്കി. ഒറ്റയ്ക്ക് പോകുന്ന ഒരാൾ, അതിനകത്ത് ശരിക്കും സ്ഥലവുമുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ തുകയിൽ അന്ന് യാത്രക്കൂലിക്ക് തികയുമില്ല. അപ്പോൾ ഞാൻ വേണുവേട്ടനോട് പറഞ്ഞു, ക്ഷമിക്കണം വേണുവേട്ട, കാലമാണ് നിങ്ങളെക്കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത്. എനിക്കറിയാം വേണുവേട്ടൻ ഒറ്റയ്ക്കാണ് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതെന്ന്. ഞാൻ അതിലൊരു യാത്രയിലെ ഒരു കല്ലുകടിയാവണ്ട. ഞാൻ നിങ്ങളോടൊപ്പം വരുന്നില്ല. ഇനി വേണുവേട്ടനുമായിട്ട് ഒരു നേരിട്ടുള്ള കാഴ്ചയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു. ഒരു 5 മിനിറ്റോളം വണ്ടി അവിടെ നിർത്തി. കാറിൻ്റെ ഡ്രൈവർ എന്താണ് വേണു പറഞ്ഞതെന്നല്ല എനിക്കറിയില്ല. വേണുവേട്ടൻ ഇറങ്ങി വന്നിട്ട് ഞാനങ്ങോട്ട് നടന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ വന്ന് പറഞ്ഞു, സാർ വരണമെങ്കിൽ വരണം. വേണുവേട്ടൻ പറഞ്ഞു, നമുക്ക് ട്രിവാൻഡ്രത്തിന് പോവാം, കുഴപ്പമില്ല, കൊല്ലത്ത് കുറച്ച് സമയം വെയിറ്റിംഗ് ആണ്, എന്നിട്ട് പോകാം എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് ഡ്രൈവറോട് പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങൾ വന്ന് പറഞ്ഞതിൽ സന്തോഷം. മനസ്സുകൊണ്ട് എനിക്ക് അതിനോട് വിയോജിപ്പാണ്. അവിടെ നിന്നും ഇവിടെ വരാൻ കഴിയുമെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോകാൻ കഴിയുമല്ലോ. പക്ഷേ ഇനി ആ മനുഷ്യനെ നേരിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതേപോലെ തന്നെ അദ്ദേഹത്തോട് പറയൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷൂട്ട് നടക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയി. ഒരു 5 മിനിറ്റ് നേരം നിർവികാരനായി വേണുവേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. ഡ്രൈവറുടെ എന്ത് പറഞ്ഞു എന്നറിയില്ല. കാർ കടന്നുപോയി. അതാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായും അവസാനമായും കാണുന്നത്. കലാപരമായി വളരെ ഉന്നതിയിലും മികച്ച ഒരു നടനും ഒക്കെയാണ് ശ്രീ നെടുമുടി വേണു. പക്ഷേ കാലത്തിൻ്റെ ഒഴുക്കിൽ പുഴയിൽ അടിഞ്ഞു കിടക്കുന്ന കല്ലുകൾ
വെള്ളത്തിൻ്റെ ലാളനയേറ്റ് വെള്ളത്തിൻ്റെ ചിതറിത്തെറിക്കൽ ഏറ്റ് എത്രയോ നൂറ്റാണ്ട് കഴിയുമ്പോൾ അത് ഉരുണ്ട കല്ലുകളായും രത്നങ്ങളായും ഒക്കെ മാറാറുണ്ട് എന്നതുപോലെ നമ്മുടെ ഓർമ്മയിൽ നമ്മുടെ അനുഭവങ്ങളിൽ കോറിയിടുന്ന ചിലതുണ്ട്. അത് മഹത്വവൽക്കരിക്കാനോ അതേക്കുറിച്ച് മോശം പറയാനോ അല്ല. പക്ഷേ നമ്മൾ ഏത് കൊടുമുടി കീഴടക്കിയാലും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമല്ല എന്നതാണ് വാസ്തവം. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡും ദേശീയ അവാർഡും ഒക്കെ കിട്ടി. മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയമൊന്നും ഗംഭീരം. ഒരു 100 തവണയിൽ കൂടെയാണ് ഞാൻ ആ ചിത്രം കണ്ടിട്ടുള്ളത്. അങ്ങനെ എല്ലാ ചിത്രങ്ങളിലും മികവുറ്റ അഭിനയം കാഴ്ചവെച്ച ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒന്നുമല്ല ഞാനിവിടെ പറഞ്ഞത്. ഞാൻ കണ്ടതും അനുഭവിച്ചതും ആ ഓർമ്മകളും എല്ലാം ആണ് ഇവിടെ സൂചിപ്പിച്ചത്. വേദനകൾ ഉണ്ടാകുമ്പോഴേ ആ വേദനകളുടെ ഓർമ്മച്ചപ്പുകൾ തുറക്കാൻ കഴിയുള്ളൂ. സന്തോഷം എത്ര ലഭിച്ചാലും വേദനകളാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. ആ വലിയ കലാകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും വലിയ അഭിനേതാവ് മനസ്സുകൊണ്ടും അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്തോ ഓർമ്മത്തെറ്റോ ഓർമ്മപ്പെശകോ ഓർമ്മ കൂടുതലോ മനുഷ്യ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ നല്ല നടൻ്റെ അഭിനയ തികവിൻ്റെ ഊർജം ഇന്നും ഓരോ കലാകാരൻ്റെയും ഓരോ സാധാരണക്കാരൻ്റെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നതാണ് ആ വലിയ നടൻ്റെ മഹത്വം. ഞാനുമായി കണ്ട ആ അനുഭവങ്ങൾ ജസ്റ്റ് പറഞ്ഞു, അത്രമാത്രം. അദ്ദേഹത്തെക്കുറിച്ച് ഇന്നും എനിക്ക് ബഹുമാനവും മതിപ്പും മാത്രമേ ഉള്ളൂ. കമൽഹാസൻ്റെ ഇന്ത്യൻ എന്ന ചിത്രത്തിലെ പ്രകടനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ മികവുറ്റതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും. പക്ഷേ കാലത്തിൻ്റെ ഒഴുക്കിൽ ചിലതെല്ലാം മനുഷ്യൻ മറക്കും, ചിലതെല്ലാം ഓർക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഈ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.